ചേട്ടാ ഞാൻ ഒരാളെ കൂടെ വിളിക്കുകയാണ്. ഈ സിനിമേതര ബന്ധങ്ങൾ, സിനിമയിലുള്ള ആള് തന്നെയാണ് എങ്കിലും ഈ വേണുചേട്ടനൊക്കെ ഇങ്ങനെ ഈ വർത്താനം പറഞ്ഞിരിക്കുന്ന ചില സദസ്സുകളുണ്ടല്ലോ സിനിമയെക്കുറിച്ച്. സിനിമയ്ക്ക് വേണുചേട്ടന് കുറച്ചുകൂടെ ഈ തനത് പരിപാടികളിലോടൊക്കെ ഒരു ഇച്ചിരി താല്പര്യമുള്ള ആളാണ്. നർമ്മം പറഞ്ഞിരിക്കാൻ പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ്. അത്തരത്തിൽ വേണുചേട്ടനുമായി നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന അഭിനേതാവാണ്. അരങ്ങിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഒരാളാണ്. ഒരാളെ കൂടെ ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വേണുചേട്ടനെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വന്തമായി ഒരു കലാരൂപം തന്നെ മലയാളിക്ക് സമ്മാനിച്ച അഭിനേതാവ് ശ്രീ ജയരാജ് വാര്യർ. ജയരാട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. എൻ്റെ ഒരു ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ് മാഷ് എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹം അധ്യാപകനാണ്. പിന്നെ പ്രിയപ്പെട്ട രമേശ് പിഷാരടി. ഇനി എന്റെ സന്തോഷം പറഞ്ഞോട്ടെ. എന്റെയും രമേശിന്റെയും ജോലി എളുപ്പമായി. കാരണം വേണുചേട്ടനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, കാരണം അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ ഈ കാരിക്കേച്ചറിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോന്നും കണ്ണെങ്ങനെ ചലിക്കുന്നു, മൂക്ക് എങ്ങനെ ചലിക്കുന്നു, ചെവി എങ്ങനെ ചലിക്കുന്നു എന്ന് അറിയാം. അത് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചോദിക്കുന്നതിന് നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. അതുമല്ല, ഈ നമ്മൾ സാധാരണ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു നടനെ അനുകരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയാം, ഒരല്പം പറയാം. ഇത് അങ്ങനെ ഒരു ഡയലോഗ് ഒന്നും അല്ല. വേദിയിൽ വേണുചേട്ടനായിട്ട് നിന്ന് ജയരാജൻ എത്രയോ നേരം ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് പോവുക, ചില പാട്ടുകൾ. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമയ്ക്കപ്പുറം ഈ വേണുചേട്ടന് താല്പര്യമുള്ള ചില തനത് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൂടെ ഒക്കെ പോകും. ശരിയത്. കാവി, കുരുത്തോല. അതെ, കാവി, കുരുത്തോല, ഉടുക്ക് ചെണ്ട, മദ്ദളം. ആ പ്രദേശങ്ങളില് ജയരാജേട്ടൻ എവിടേക്കോ ഏതെല്ലോ സ്റ്റോപ്പുകളിൽ ജയരാജേട്ടൻ ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് വേണുചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, വേണുചേട്ടൻ എന്നോട് എപ്പോഴും പറയാറില്ല ഞാൻ തൃശ്ശൂരോ അതല്ലെങ്കിൽ പാലക്കാടോ ജനിക്കേണ്ട ആളാണെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഈ മേള സംസ്കാരത്തോടുള്ളൊരു താല്പര്യം. അതെ, പ്രത്യേകിച്ചും ചെണ്ട, തായമ്പക, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തും അല്ലാതെയും മിക്കവാറും കോഴിക്കോടോ കണ്ണൂരോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിക്കും. നമുക്ക് കാസിനോയിൽ ഇരിക്കാം, 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ, നമുക്ക് ആ മലമക്കാവിലൊന്ന് പോകണം. അതായത് ഈ തായ്മക നടക്കുന്ന സ്ഥലമാണ്. പെരുവനത്തൊന്ന് പോകണം, വിദ്യാധരമേഷ നാടായ ആറാട്ടുപുഴ പൂരാണ്, ആ വഴിക്കൊന്ന് പോകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യാത്രയാണ്. അപ്പം എന്താ വെച്ചാൽ കയ്യിലെന്ത്, നേരത്തെ എല്ലാവരും പറയണ കയ്യിലെന്ത് കിട്ടിയാലും അതിനെ മുഴുവൻ താളത്തിൻ്റെ ഒരു വലിയ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആളാണല്ലോ വേണുചേട്ടൻ. ഈ വേണുചേട്ടന് മൊത്തമുള്ള യാത്രകളിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം, നമുക്കറിയാത്ത ചില പായ്ത്താരി താളങ്ങളൊക്കെ കൊണ്ടുപോകും. കാവാലം സാറിൻ്റെ നിന്ന് കിട്ടിയത്, അതുകൂടാതെ കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ വേണുചേട്ടൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം, ഇതിപ്പോൾ അതിനെ പറ്റിയ സമയമല്ല, നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേണുചേട്ടൻ. ജയരാജ്, ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ജഗദീഷ് ചേട്ടൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പം നമുക്ക് സിനിമയിലുള്ള ഒരാളെ കാണുമ്പം നമുക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹം സിനിമയെക്കുറിച്ച് വിശേഷങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവരതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കാരണം അവർക്ക് വേറെ കാര്യങ്ങൾ അറിയണ്ടേ, വേറെ വിശേഷങ്ങളാണ് ഇവര് ചോദിക്കാനും കേൾക്കാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അപ്പോൾ വിട പറയും മുംബൈയിൽ സേവിയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡെൻവറാശാൻ എന്ന് പറഞ്ഞു, ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻവറാശാനും അതുപോലെ പെരുന്തച്ചനിലെ തമ്പുരാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് ഡെൻവറാശാൻ ഇങ്ങനെ നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുണ്ടയെ മനസ്സ് സങ്കല്പിച്ചു, അതങ്ങ് വർക്കൗട്ടായി എന്നാ പറയാ. പക്ഷെ അതല്ല പുള്ളിക്ക് താല്പര്യം. പുള്ളി ആ സമയത്ത് നമ്മളോട് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ വേഷങ്ങളെക്കുറിച്ച്, അമ്മന്നൂരിന്റെ വേഷപ്പകർച്ചയെക്കുറിച്ച്. അമ്മന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിയാട്ടത്തിന്റെ ആചാരം. അദ്ദേഹം അവസാനം ഊർധ്വശ്വാസം വലിക്കാവുന്നൊരു അവസ്ഥയുണ്ട്. അല്ല, അതിനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കൂടിയാട്ടത്തെ കുറിച്ച് യാദൃശ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുതരാം. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വേണുചേട്ടന് അതിന് വോയിസ് ഓവറിനൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മിനുക്ക് എന്ന് പറയുന്ന എം ആർ രാജൻ സാറിന്റെ ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവറിന് നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആളുകളിൽ ഒന്നാണ് വേണുചേട്ടൻ. വോയിസ് ഓവറും അതില് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടം എന്ന് പറഞ്ഞ സിനിമയില് പുള്ളി ചാക്യാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പച്ചപ്പനന്തത്തെ ആ പാട്ടൊക്കെ ശശി പരൂരിന്റെ അതിനകത്ത് പുള്ളി ചാക്യാര, അതിനകത്ത് പുള്ളി
കണ്ടുവച്ച കൂടിയാട്ടത്തിലെ ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഞരമ്പുകൾ വലിഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിങ്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മേള കലാകാരന്മാർ, തുള്ളൽ കലാകാരന്മാർ, ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുക, വെടിവട്ടം പറയുക, മുറുക്കുക അങ്ങനെ ഇരിക്കുക. പിന്നെ തൃശ്ശൂരിൽ അരവിന്ദാക്ഷമേനൻ എന്നിട്ട് ഒരാളുണ്ടായിരുന്നു, സി അരവിന്ദാക്ഷമേനൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കാവാലൻ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും സ്വന്തം ആളാ. നെടുമുടി വേണിച്ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ അവിടെ സി എം എൻ ഉണ്ടാവും. സി എം എന്നോട് മറ്റേ കാറി ഇറങ്ങിയ ഉടനെ സാധനം ഉണ്ടല്ലോ അപ്പൊ പറയും ഇന്നത്തെ ചെറുതുരുത്തിയിലൊരു തായ്മയുണ്ട്, എന്നാ അങ്ങോട്ട് പോവാം. ഓർമ്മയിലെന്ന്